ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് പുറത്തു പോയ വീഡിയോ കേട്ടോ. എൻ്റെ തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു വേദന ഉണ്ട്, എന്താ അറിയില്ല, അതാണ് മെല്ലെ സംസാരിക്കുന്നത്. അപ്പം ഇതൊരു വെള്ളിയാഴ്ച ഉച്ചക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഉച്ചയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 3:50 അങ്ങനെയുള്ള സമയത്ത്. അപ്പോൾ ഉച്ചക്ക് ബിരിയാണി ആയിരുന്നു ലഞ്ചിനുണ്ടായിരുന്നു, മുട്ട ബിരിയാണി. പിന്നെ അത് ഉമ്മ ഉണ്ടാക്കിയ അച്ചാറാട്ടോ, മാങ്ങ അച്ചാറ്. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു. പെട്ടെന്നായിരുന്നു ബിരിയാണി ആക്കാമെന്നുള്ള തീരുമാനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മല്ലിച്ചപ്പൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ കസൂരി മേത്തിയിലിട്ടിട്ട് ഒപ്പിക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ണൂർ കോട്ട കാണാൻ പോകണമെന്ന് മുന്നേ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെ അവിടത്തേക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പറഞ്ഞു 5:30 ക്ലോസ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ സമീർക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താണ് കേട്ടോ നമ്മളെ കൊണ്ടുപോയത്. ഞാൻ റീൽസിലൊക്കെ കണ്ടിരുന്നല്ലാണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല അവിടെ പോകുമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ പോവാണ്. ഇപ്പോൾ നമ്മൾ പയ്യന്നൂരെത്തി. കുറേ കാലമായി ബസ്സിലൊക്കെ കയറിയിട്ട്. മംഗലം കഴിഞ്ഞ പിന്നെ ഞാൻ ബസ് കയറിയിട്ടേ ഇല്ല എന്നല്ല, കയറിയിട്ടുണ്ട്. ഒരു 5-6 പ്രാവശ്യം അങ്ങനെ കയറിയിട്ടുണ്ടാവും. അതിന് മുന്നേ, മംഗലം കഴിയുന്നതിന് മുന്നേ എപ്പം ബസ്സിൽ തന്നെ. ഞാൻ ഉമ്മയുടെ എപ്പം പറയും നമുക്ക് ഓട്ടോക്ക് പോകുമ്മ, ഓട്ടോക്ക് പോകാമെന്നല്ല പറയല്. ഇപ്പം ബസ് കയറാൻ കൊതിയാന്ന്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പിന്നെ കുറച്ച് ദൂരം പോയപ്പം തന്നെ നുഹാവ് ഉറങ്ങി, കുഞ്ഞാഫി ഉറങ്ങി. നേരത്തെ എണീച്ചിന് രാവിലെ അവർ. കുഞ്ഞാഫി നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. നാഫി ഉറങ്ങിയിട്ടില്ല. ആഫി നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മദ്രസ ഉണ്ടായിട്ടില്ല അല്ലേ. അതുകൊണ്ട് വേഗം എണീക്കും. സ്കൂളും മദ്രസൊന്നും ഇല്ലാത്ത ദിവസം മക്കൾ വേഗം നേരത്തെ എണീക്കും അല്ലേ. എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു, ഇവിടെ അങ്ങനെ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആഫി ഒന്ന് ഉറങ്ങി. അങ്ങനെ എവിടത്തേക്കാണ് പോകുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. കണ്ണൂരേക്കാണെന്നറിയാം, വേറൊന്നും അറിയില്ല. അപ്പോൾ നമ്മളവിടെ കുറച്ച് കഴിഞ്ഞപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്പോൾ അധികം പാപ്പിനിശ്ശേരി എത്തുമ്പോഴാണ് ചായ കുടിക്കാറ്. അപ്പം അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. എന്താ വെച്ചേ, ബർഗറും ചായയായിരുന്നു. തട്ടുകട ബർഗറാണ്, പക്ഷെ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ ജ്യൂസാണ് കുടിച്ചത്, കരിമ്പിൻ ജ്യൂസ്. എനിക്ക് ഈ ചൂടിൻ്റെ മേലെ ചൂട് കുടിക്കുമ്പോൾ ഭയങ്കര ചൂടാണ്, എൻ്റെ ശരീരത്തിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ചൂടിൻ്റെ മേലെ ചൂട് കുടിക്കുമ്പോൾ ഭയങ്കര ഇതാണെന്നായിട്ട് ഞാൻ എന്താക്കി, കരിമ്പിൻ ജ്യൂസ്. അതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അവിടെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുടിച്ചു. ബാക്കിയുള്ളവരൊക്കെ ചായയായിരുന്നു കുടിച്ചത്. അപ്പോൾ നല്ല തണുത്ത ജ്യൂസായിരുന്നു. നമുക്ക് ചൂടല്ലേ, അപ്പോൾ തണുത്ത ജ്യൂസെല്ലാം കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് പറയായിരുന്നു ചായ കുടിക്കുമ്പോൾ ആരും 2 കടിയൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാനും ആഫി അധികവും 2 കടി വാങ്ങലുണ്ട്, വാങ്ങിച്ചിട്ടില്ല എന്നിങ്ങനെ പറയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഡ്രൈവർക്ക് വഴി തെറ്റിയിട്ട്. അപ്പോൾ അടുത്തില്ല, പുറത്ത് റോഡ് സൈഡിലുള്ള ആളോട് ചോദിച്ച് പയ്യാമ്പലം ബീച്ചിലേക്ക് എങ്ങോട്ടാന്ന് ചോദിച്ച്. അപ്പം നമുക്ക് മനസ്സിലായത് പയ്യാമ്പലം ബീച്ചിലേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് പയ്യാമ്പലം ബീച്ചാ, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അത് എന്തായാലും സർപ്രൈസ് പൊളിഞ്ഞല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവിടെ വേറെ സ്ഥലത്തേക്കാണ് പറഞ്ഞ്, പയ്യാമ്പലം ബീച്ചിൽ തന്നെ വേറൊരു സ്ഥലത്തേക്ക്. അപ്പോൾ ഇത് കണ്ടോ, അവർ സ്ലിപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കല്ല് ഇതാക്കിയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാട്ടാ. പയ്യാമ്പലം ബീച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞാനിത് ഇത്ര തിരക്കുണ്ട്, ഞാൻ പയ്യാമ്പലം ബീച്ച് എന്നെല്ലാം പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ ഇവിടെ വലിയറം ബീച്ചിലാണൊക്കെ കുറച്ച് ആൾക്കാർ, അങ്ങനെയല്ലേ വിചാരിച്ചത്. പക്ഷെ ഇത് ഒരുപാട് ആളുണ്ട്. വെള്ളിയാഴ്ച തന്നെ ഇത്ര ആളാണെങ്കിൽ ഞായറാഴ്ച എത്ര ആൾക്കാരുണ്ടാവുമല്ലേ. അപ്പോൾ ബീച്ചിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ തന്നെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കുന്ന ഒരു ഏരിയ, പാർക്ക് കണക്കെ. അപ്പോൾ നമ്മളങ്ങോട്ടൊന്നും പോയിട്ടില്ല. നമ്മൾ കുറച്ച് നേരം ബീച്ചിലിരുന്നു. അപ്പോൾ എന്താ പറയുക, ബീച്ച് സൈഡിൽ ഫുള്ള് കച്ചവടക്കാരൊക്കെ ആയിട്ട് കുറേ ആളവിടെ നിന്നിട്ട് ഇങ്ങനെ കഴിക്കാനുള്ളതെല്ലാം. അപ്പോൾ നമ്മൾ കടലയൊക്കെ വാങ്ങിയിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ
കുറേ നേരം കഴിഞ്ഞ ശേഷം കേട്ടോ ഒട്ടകം പോകുന്നുണ്ട്. അപ്പം മനസ്സിലായത് ഇവിടെ ഒട്ടകമൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഇരുട്ടായിട്ടും ആളൊന്നും കുറഞ്ഞിട്ടില്ല. ചില ആൾ പോകുന്നുണ്ട്, ചില ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി നല്ല ഇടിയും മിന്നും മഴയെല്ലാം ആയിട്ട്. അപ്പം നമ്മൾ ഇവിടെ ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു പാർക്കുണ്ട്, എന്താ ഡിസ്നി വേവ്സ് എന്നാ, അല്ല പേര് മറന്നുപോയി, അതന്നെ അറിയില്ല, ഇനി വീഡിയോ കണ്ടാലേ മനസ്സിലാവും. അപ്പം അവിടുന്ന് എല്ലാവരും പാർക്കിൽ നിന്ന് എല്ലാവരും വേഗം കീഞ്ഞിട്ട്, ഇടിയും മിന്നലായതുകൊണ്ട് വേഗം കീഞ്ഞിട്ട് വണ്ടിക്കെല്ലാം കാത്തു നിന്നിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്. നമ്മൾ മഴ ആയതുകൊണ്ട് വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നിൽക്കുന്നത്. അങ്ങനെ മഴ കുറയോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന്, നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ, നമ്മളിവിടെ കയറാനാണ് വന്നത്. അപ്പോൾ ഇത് 11 മണി വരെ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുക, ഇടിയും മിന്നലായതുകൊണ്ട് കുറേ ഒന്നും ഓപ്പൺ ആക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് 40 രൂപയാട്ടോ ഒരാൾക്ക്. പിന്നെ നമ്മളെല്ലാത്തിലും സെപ്പറേറ്റ് പൈസ കൊടുക്കണം. ടോയ്ലറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല, വൃത്തിയൊക്കെ ഉണ്ട്. പിന്നെ വാഷ് ബേസിനും ഇതെല്ലാം വെള്ളമൊക്കെ വരുന്നത് ഉപ്പ് വെള്ളമാണ്. ഞാൻ പോയിട്ട് മുഖമൊക്കെ കഴിയിട്ട് കാലൊക്കെ കഴുകുമ്പോൾ മുഖം കഴുകുമ്പോൾ ഉപ്പ് ഭയങ്കര. അപ്പോൾ അവർ പറഞ്ഞത് അത് വാഷ് ബേസിലെ വെള്ളം ഉപ്പാണ്. ഫുള്ള് മുഖത്തെല്ലാം ഇങ്ങനെ പറ്റുന്നുണ്ടായിരുന്നിട്ട് ഞാൻ നമ്മൾ കൊണ്ടുവന്ന വെള്ളത്തോണ്ട് തന്നെ മുഖമൊക്കെ കഴുകി. അപ്പോൾ സാധാരണ നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പം കാണുന്ന അതേ ഇതന്നെയുള്ളത്. വൈത്തിരി പാർക്കിലൊക്കെ ഉണ്ട് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. വയനാട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആദ്യം നമ്മൾ നല്ല ചുറ്റി കണ്ടു. എന്താ പറയുക, നമ്മളിപ്പോൾ വൈത്തിരി പാർക്കായാലും ഇവിടെ വിസ്മയ അങ്ങനെയെല്ലാം പോവുകയാണെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് ഒരു എമൗണ്ട് കൊടുക്കൂലേ, ഇപ്പോൾ 500 600 അല്ല, അവിടുത്തെ എൻട്രി ഫീസിൻ്റെ കാര്യമായിട്ടോ പറയുന്നത്. അങ്ങനെ കൊടുത്താൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഇഷ്ടമുള്ള ഏതിൽ വേണേലും കയറാമല്ലോ. പക്ഷേ ഇതിലെല്ലാം വേറെ പൈസ കൊടുക്കണം നമ്മൾ. എന്താ പറയുക, ഓരോന്നിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ആക്ടിവിറ്റിക്ക് ഓരോ പൈസയാണ്. അപ്പം ഫിഷ് പാലം എല്ലാം കണ്ടു കേട്ടോ. നമ്മൾ ആദ്യം നല്ല ചുറ്റി കണ്ടിട്ട് പിന്നെ ലാസ്റ്റ് ആട്ടോ ഏതിലൊക്കെ കയറണം എന്നുള്ളത് ഇങ്ങനെ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ അവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. സ്വിമ്മിങ് പൂളിലൊക്കെ അരമണിക്കൂറിന് എത്രയോ പൈസയാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എത്ര 50 ആവാൻ ചാൻസ് ഉണ്ടോ അറിയില്ല. പക്ഷെ ആ സമയത്ത് മഴ പെയ്തുകൊണ്ട് സ്വിമ്മിങ് പൂളിലൊന്നും ഇറങ്ങാൻ നമുക്ക് തോന്നുന്നില്ല. പിന്നെ മഴ പെയ്തില്ല, നല്ല ചൂടാകുന്ന സമയത്ത് നമ്മൾ പോയിട്ട് തുള്ളു, അത്രക്ക് ചൂടല്ലേ ഇപ്പോൾ. പിന്നെ മഴ പെയ്തുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മളിങ്ങനെ എല്ലാം മെല്ലെ ചുറ്റി കണ്ട് നടന്ന് വരികയായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മൾ സ്വിമ്മിങ് പൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ടൈം ഇങ്ങനെ പറയാൻ പാടില്ല അല്ലേ, അരമണിക്കൂറിന് ഇത്രയെന്ന്. നമുക്ക് സ്വിമ്മിങ് പൂളെല്ലാം കീഞ്ഞാൽ പിന്നെ നമുക്ക് നേരം തന്നെ പോകുന്നത് എപ്പോഴാണെന്ന് അറിയുന്നത്. നമ്മൾ ഇങ്ങനെ കളിക്കല്ലേന്ന്, ഇത് കറക്റ്റ് അരമണിക്കൂറാകുമ്പോൾ കീയണ്ടേന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്, എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. അപ്പോൾ ഇവിടെ സിപ്പ് ലൈനും പിന്നെ ഒരു സൈക്ലിങ്ങും അതൊക്കെ ഉണ്ട്. ഞാൻ പറട്ടെ, മഴയായതുകൊണ്ട് അവരതെല്ലാം ഇതാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇടിയും മിന്നും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ മിന്നിങ്ങനെ കാണാം. അത് മിന്നാട്ടോ, നിങ്ങൾ വിചാരിക്കേണ്ട എന്തോ ലേറ്റാന്ന്. പിന്നെ ഇത് മാളിലൊക്കെ പോകുമ്പം കാണുന്ന അതേ സംഭവം, എല്ലായിടത്തും ഉണ്ടാകുന്ന അതേ ഐറ്റം തന്നെ. അങ്ങനെ ഇവിടെ പിന്നെ എന്താ പറയുക, ഇവിടെ നമ്മൾ കോയിൻസ് പൈസ കൊടുത്തിട്ട് കോയിൻസ് വാങ്ങിയിട്ട് അങ്ങനെയല്ലേ കളിക്കുക. ഇതിലൊക്കെ ഇതാക്കണമെങ്കിൽ നമ്മൾ ഇത്ര പൈസ കൊടുത്താൽ അവർ കോയിൻസ് തരും. ഇപ്പോൾ 100 രൂപ കൊടുത്താൽ 4 കോയിൻസ് തരും. അതിൽ നമ്മൾ കോയിൻ ഇടേണ്ട സ്ഥലത്തെല്ലാം കോയിൻ ഇട്ടിട്ട് കളിക്കണം. ഇത്ര ടൈം ഒന്നുണ്ടാവും. അങ്ങനെ ആഫീനെയും കുഞ്ഞാഫീനെയും നമ്മൾ ഒരു കാറിലാണ് ആദ്യം കയറ്റിയത്. അപ്പോൾ അവരാദ്യമായിട്ട് ഈ കാറിൽ കയറുമ്പോൾ ഞാൻ വിചാരിച്ച് ഇവർക്ക് അറിയില്ലല്ലോ, ഇവർ ചെറുതല്ലേ, ഇവരെ എന്താ ചെയ്യാന്നില്ല. പക്ഷെ സെമീർക്കാണ് അവരതിൽ കൊണ്ടുപോയി കയറ്റിയത്.
പക്ഷെ എനക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിട്ടില്ല അവർക്ക് പറ്റുമോ എന്നുള്ള കാര്യത്തിൽ. ആദ്യം ഒന്ന് പാളിയെങ്കിലും പിന്നെ ആഫി നന്നായിട്ട് ഡ്രൈവ് ചെയ്തു. കുഞ്ഞാഫിക്ക് പിന്നെ എത്തുന്നില്ല, അതുകൊണ്ട് കുഞ്ഞാഫി അങ്ങനെ പാസഞ്ചറായിട്ട് അങ്ങനെ ഇരുന്നു. എനിക്ക് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർ രണ്ടാൾക്കും ഭയങ്കര പേടിയുണ്ട് കേട്ടോ. മറ്റേ കാറ് വന്ന് കുത്തുമെന്നുള്ള പേടി, ആ ഒരു പേടി മുഖത്ത് ഭയങ്കരമായിട്ടുണ്ടായിന്. അപ്പോൾ അവർ ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സമീർക്ക് പിന്നെ അവരെ കയറ്റിയതാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര എന്താ പറയുക സന്തോഷമായി, വിചാരിക്കാണ്ട് കയറ്റിയല്ലോ. പിന്നെ ആ കാറ് കയറിയതിന് 100 രൂപ ആയിട്ടോ. 100 രൂപ കൊടുത്തിട്ട് 4 കോയിൻ കിട്ടും. ആ 4 കോയിൻ അവർക്ക് തന്നെ കൊടുക്കണം, എന്നാൽ നമുക്ക് ആ കാറിൽ കയറാം. ആ കോയിൻസ് അതിൽ ഇടണം എന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ അവരെ കളി രണ്ട് കളിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മളൊന്ന് ഫിഷ് പാൽ വന്നു. അപ്പം ഞാനോട്ടെ ഇത് ഇപ്പുറത്തെ വശത്ത് നല്ലോണം മീനുണ്ട്, ഞാൻ ഇരിക്കുന്ന വശത്ത് തീരെ മീനുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവിടെ കയറിയിരുന്നു. എന്താ മീനാ കേറേണ്ടത്, വെച്ചതേ ഇല്ലട്ടാ. സമീർക്ക കാല് ഇട്ട ടാങ്കിൽ നല്ലോണം മീനുണ്ട്. ഞാനത് കണ്ടുകൊണ്ടാട്ടോ അതിൽ കയറാൻ. ഞാൻ കുറച്ചില്ല കയറി. അതാ സമീർക്ക പറഞ്ഞാൽ നീ കയറിയത് ഉഷാറില്ലാത്ത മീനാന്ന്. എനിക്ക് ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര പേടിയുണ്ട്, ഇത് കടിക്കാന്ന് നോയിക്കളിയാക്കിയാന്ന് എന്താന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ചില്ല കയറി. ആദ്യം ഒരു ഇതുണ്ടായിട്ടുണ്ടായിന്, പിന്നെ വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അനക്കമൊന്നും ഉണ്ടായിട്ടില്ല. എത്ര 15 മിനിറ്റാന്ന് തോന്നുന്നു. ഇതിന് 50 രൂപ കേട്ടോ കയറിയതിന്. അപ്പോൾ സമീർക്കാൻ്റെ എന്താ പറയുക, സമീർക്ക് കയറിയത് തന്നെ ഉമ്മാവും കയറിയിന്. പക്ഷെ അത്ര ഇതുണ്ടായില്ല. കാരണം അത് കിട്ടുമ്പം കുറേ നേരത്തേക്ക് ഒരു ആൾ വരാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് വന്ന് ഫുള്ള് പൊതിയും. പിന്നെ ഒരാൾ വന്നിരുന്നാൽ പിന്നെ അതിന് ഒരിത് കുറയും അങ്ങനെ. പിന്നെ ആ ടൈം കൊണ്ട് ഇവരെ ഇവിടെ കളിക്കാനാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കുറേ നേരം അവർ കളിച്ചു കേട്ടോ. ഇതിന് സമയമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനൊരാൾക്ക് 100 രൂപയാണ്. ആ ഉള്ളിൽ കളിക്കുന്ന ആ സാധനത്തിനാണ് കോയിൻസ് കിട്ടല്. ഇതിനൊന്നും അങ്ങനെയില്ല. ഇത് നമ്മൾ വേറെ എന്താ പറയുക ടിക്കറ്റ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ അവർ കുറേ നേരം കളിച്ചു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇവരെ കൂടെ കുറേ നേരം ഇരുന്നിട്ട് നമ്മളും അതും കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്ന്. അപ്പം അടിപൊളിയായിരുന്നു. അവർക്കും വെക്കേഷനായിട്ട് എവിടെ പോകാനും നമുക്ക് പറ്റിയിട്ടില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് കൊടകിലൊരു കല്യാണം ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തിടണം എന്നുണ്ട്. അപ്പം അവർക്ക് ഇഷ്ടമാട്ടോ കൊടക് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ ഉമ്മാൻ്റെ നാട് കൊടകിലാണ്, കൂർഗ് എന്ന് അറിയുന്നില്ലേ അവിടെ, സിദ്ധാപുരം അങ്ങോട്ട്. അപ്പോൾ എനക്കും ഇഷ്ടമാട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് അവിടെ പോകണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയായിരുന്നു. പിന്നെ സ്കൂളൊക്കെ തുറക്കാനായില്ലേ, ഇനി ഇപ്പോഴേ ഒന്നും ലീവ് ഇങ്ങനെ കിട്ടൂലല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെന്താ പിന്നെ കീഞ്ഞു. പിന്നെ കാര്യമായിട്ട് വേറൊന്നും ഇതാക്കാനുണ്ടായില്ല. പിന്നെ നമുക്ക് നാട്ടിലെത്തണം, കുറേ ടൈം എടുക്കൂലേ പോകണ്ടേന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു. പിന്നെന്താ പോയിടത്തുനിന്നൊക്കെ നമുക്ക് നുഹാക്ക് പാൽ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു കാര്യം. അപ്പോൾ ഇവിടെ എന്തെല്ലാം ഇവിടെ ഇല്ലെന്നുള്ളതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, പറ്റുന്നവരൊക്കെ പോവുക. എന്തായാലും പയ്യാമ്പലം ബീച്ച് ഒന്നിലും കയറുന്നില്ലെങ്കിലും നിങ്ങൾക്കൊന്ന് കയറി പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കണ്ടിട്ടെങ്കിലും വരാം. ഇവിടെ പ്രെയർ ഹാളൊക്കെ ഉണ്ട് കേട്ടോ. ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ അങ്ങനെയുണ്ട്. പിന്നെ നമ്മളതൊക്കെ കണ്ടു. അപ്പോഴത്തേക്ക് മഴയൊക്കെ പോയി. നമ്മളതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് മഴയൊക്കെ പോയി. അവിടെ പെയ്തത്ര മഴ നാട്ടിൽ പെയ്തിനോന്നറിയില്ല, പക്ഷെ അത്ര ഇതുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ വീട്ടിൽ ഫുഡുണ്ട്. അപ്പോൾ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല, വേഗം നാട്ടിലേക്ക് വെച്ച് പിടിച്ചു.
നിങ്ങൾക്ക് തോന്നലുണ്ടോ? പോകുമ്പോൾ ഭയങ്കര ദൂരമായിരിക്കും റോഡിന്, തിരിച്ച് വരുമ്പോൾ വേഗം എത്തും. സെമീർക്ക് അറിയുന്നത് പോകുമ്പം ഫുള്ള് വണ്ടികളല്ല, അതുകൊണ്ടാണ്. വരുമ്പം രാത്രിയാകുമ്പോൾ വണ്ടികളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ അതാവാം. ഞാൻ ഉമ്മയോട് എപ്പോഴും ചോദിക്കും, നമ്മൾ പോകുമ്പോൾ വേഗം എത്തുന്നില്ലല്ലോ, വരുമ്പോൾ വേഗം എത്തും, വരുമ്പോൾ നമ്മൾ മെല്ലെ വരാമെന്നല്ല വിചാരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.